എയറേഷ്യയുമായി ലയിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിലെ ജീവനക്കാർ നേരിട്ടത് സമാനതകളില്ലാത്ത തൊഴിൽ നിയമ ലംഘനമെന്ന് ലേബർ കമ്മീഷണർ പറയുന്നു. അതേസമയം സമരം ചെയ്യുന്ന ജീവനക്കാർ എയർ ഇന്ത്യയുടെ സത്പേര് കളഞ്ഞുവെന്നാണ് മാനേജ്മെന്റിന്റെ വാദം. 30ഓളം ജീവനക്കാരെ ഇതിനകം പിരിച്ചുവിട്ടു. ചോദ്യം ഇതാണ്: യാത്രക്കാരെ എയറിലാക്കിയത് ആരുടെ വാശി? ചില കണക്കുകൾ കൂടി നമുക്കൊന്ന് നോക്കി വരാം. എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രതിദിനം സർവീസ് നടത്തുന്നത് ഏകദേശം 360ഓളം സർവീസുകളാണ്. എന്നാൽ ഇന്ന് റദ്ദാക്കിയത് 74 സർവീസുകളാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, കഴിഞ്ഞ 2023 തന്നെ വിസ്താര എയർലൈൻസും എയർ ഇന്ത്യയും ലയിക്കുന്നതിൻ്റെ ഘട്ടത്തിൽ വിസ്താര എയർലൈൻസും ഇതേപോലെ ഷെഡ്യൂളുകൾ മുടക്കിയിരുന്നു. 2024 മാർച്ച് 31 തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിസ്താര എയർലൈൻസിലും നമ്മൾ കണ്ടതാണ്. അന്ന് പൈലറ്റുമാരാണ് കൂട്ടായി അവധിയെടുത്തതെങ്കിൽ ഇക്കുറി അത് ക്യാബിൻ ക്രൂ ജീവനക്കാരാണ്. ഇന്നലെ റദ്ദാക്കിയത് 90 സർവീസുകളാണ്. സമരം ചെയ്യുന്നത് 200-ലധികം ക്യാബിൻ ക്രൂ മെമ്പേഴ്സാണ്. L1 ക്യാബിൻ ക്രൂ മെമ്പേഴ്സിൻ്റെ ചുമതലയിൽ 4 ക്യാബിൻ ക്രൂ അംഗങ്ങളാണ് ഓരോ എയർലൈൻസിലും ഉണ്ടാവുക. ഇതിൽ 200-ലധികം ജീവനക്കാർ ഒരുമിച്ച് സമരം ചെയ്യുന്നതുകൊണ്ട് 70-ലധികം വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ്. പിരിച്ചുവിട്ടത് 40 ജീവനക്കാരെയാണ്. അവരെ തിരിച്ചെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അനൗദ്യോഗിക വിവരം. പക്ഷേ അന്തിമ തീരുമാനമായിട്ടില്ല. ഏകദേശം 20,000-ലധികം യാത്രക്കാരെയാണ് ഇക്കഴിഞ്ഞ 2 ദിവസം കൊണ്ട് 48 മണിക്കൂറായി തുടരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ സമരം ബാധിച്ചിരിക്കുന്നത്. നിലവിൽ നമുക്കൊപ്പം അതിഥികളായി ചേരുന്നത് പ്യാരിപ്രിയ. ഈ പ്യാരിപ്രിയ ഒരു സീനിയർ ക്യാബിൻ ക്രൂ ആണ് എയർ ഇന്ത്യയുടെ. പുറത്താക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ പ്യാരിപ്രിയ നമുക്കൊപ്പം ചേരും. ഒപ്പം പ്രദീപ് മോഹനൻ ഒരു യാത്രക്കാരനുണ്ട്, അദ്ദേഹം ഉടൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ തുടരുന്ന 2 ക്യാബിൻ ക്രൂകളും നമ്മളോടൊപ്പമുണ്ട്. ടെലിഫോൺ ലൈനിലാണ് അവർ ചേരുക. അവരുടെ ഐഡന്റിറ്റി ഇപ്പോൾ വെളിപ്പെടുത്തുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരുടെ ടെലിഫോൺ ലൈനിൽ നമ്മൾ ശ്രമിക്കുന്നതും. അവരുടെ പേര് പറയാൻ ഇപ്പോൾ നിർവാഹമില്ല. എങ്കിലും അതിലെ ഒരു വനിതാ ക്യാബിൻ ക്രൂ നമുക്കൊപ്പം തത്സമയമുണ്ട്. ഞാൻ ആദ്യം ഈ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂവിലേക്ക് പോയതിനു ശേഷം മറ്റതിഥികളിലേക്ക് വരാം. നിലവിൽ സമരം ചെയ്യുന്ന സർവീസിലുള്ള ക്യാബിൻ ക്രൂ 2 പേരാണ് നമ്മളോട് സംസാരിക്കുക. മാഡം, വെരി ഗുഡ് ഈവനിങ്. ഇപ്പോൾ സർവീസിലുണ്ടോ? ടെർമിനേറ്റഡ് ആണോ? സമരം ചെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ടെർമിനേറ്റഡ് ആവോ ഇല്ലയോ ഒന്നും ഉറപ്പില്ലാത്തൊരു അവസ്ഥയിലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പാസഞ്ചേഴ്സിന് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നതിൽ നമുക്ക് എല്ലാവർക്കും വളരെയധികം ഉണ്ട്. അപ്പം പക്ഷെ നമ്മളെ മുന്നിൽ വഴിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഒരു പ്രശ്നം നമുക്ക് ചെയ്യേണ്ടി വന്നത്. ഒരു കമ്പനീന്റെ ഒരു സൈഡ് ഒന്നോ രണ്ടോ ഭാഗം എല്ലാം ഓക്കെ ആക്കാം. എല്ലാത്തിനും പ്രഷറും സ്ട്രെസ്സും വന്നതുകൊണ്ട് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടി വന്നത്. നമ്മള് ഒരു മിന്നൽ പോലെയല്ല ചെയ്തു. ഓൾറെഡി ടോപ്പ് ചാനൽസിൽ കൂടെ എല്ലാം അതിൻ്റെതായിട്ടുള്ള തന്നെ പോയിട്ട് ആണ് ഞങ്ങൾ ഇപ്പോൾ. നമുക്ക് അതിനകത്ത് കുറച്ച് വ്യക്തത വരുത്തി വരാം. കാരണം ക്യാബിൻ ക്രൂ ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി എന്നതാണ് നമുക്ക് ആദ്യം കിട്ടിയ വിവരം. പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇത് കുറേ നാളുകളായി ഈ ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ പരാതി മാനേജ്മെന്റിന് ലഭിച്ചിരുന്നു. നിങ്ങളുടെ എംപ്ലോയീസ് അസോസിയേഷൻ ഹൈക്കോടതിയിൽ കഴിഞ്ഞ മാർച്ചിൽ ഒരു കേസ് പോയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. ലേബർ കമ്മീഷണർ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു. കൗൺസിലേഷൻ പ്രൊസീജിയർ നേരത്തെ ആരംഭിച്ചു. അതിൽ നിലവിൽ ഒരു ഉദ്യോഗസ്ഥനെ അയച്ച ഉദ്യോഗസ്ഥന് അതിന് അനുയോജ്യനല്ല എന്ന് ലേബർ കമ്മീഷണർ തന്നെ പറയുകയും ചെയ്തു. ഇത്തരം കാര്യങ്ങൾ ഇതിനു മുമ്പ് സംഭവിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? എയർ ഏഷ്യ പോലെയൊരു എയർലൈനെ എയർ ഇന്ത്യ എക്സ്പ്രസ് ലയിപ്പിക്കുമ്പോൾ എയർ ഏഷ്യ ജീവനക്കാർക്ക് കൂടുതൽ പരിഗണന കൊടുത്തു എന്നതാണോ? നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സർവീസിൽ അലവൻസിൽ എന്തു മാറ്റമാണ് വരുത്തിയത്? ഈ വളരെ പെട്ടെന്ന് ഈ പണിമുടക്കിലേക്ക് പോകാനുള്ള കാരണം എന്തായിരുന്നു? ഒരു മിന്നൽ പണിമുടക്കായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യാനേ പറ്റത്തില്ല. കാരണം ഈ പണിമുടക്ക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ ആരെയൊക്കെയാണോ എത്തിക്കേണ്ടത് അവരിൽ നമ്മൾ വിഷയം പൂർണ്ണമായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് ഒരു റെസ്പോൺസ് കിട്ടാണ്ടും അത് കഴിഞ്ഞ് ലേബർ കമ്മീഷൻ ഓൾറെഡി അവർക്ക് ഞങ്ങളായിട്ടൊരു മീറ്റിംഗ് വെച്ച് എത്രയും പെട്ടെന്ന് ഇത് സൊല്യൂഷൻ ആക്കാൻ പറഞ്ഞിട്ട് പോലും അത് അത്രയും കൺസേൺ ചെയ്തിട്ടില്ല. അതെല്ലാം ബാധിച്ചത് സീനിയർ ക്രൂവിനെയാണ് മൊത്തത്തില്. മാഡം സീനിയർ ക്രൂ ആണോ അതോ L1 കാറ്റഗറിയിലുള്ള ക്രൂ ആണോ? ഞാൻ 8 വർഷമായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ മാം, എന്റെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എന്താണ് അവിടെ നേരിട്ട ബുദ്ധിമുട്ട്?
ഇത് മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടായത്, വേറെ എല്ലാ സൈഡിലും ഒരുമിച്ച് വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ തീരുമാനം. എപ്പോഴാണ് ആ ബുദ്ധിമുട്ട് നേരിട്ടത്? ടാറ്റ ഏറ്റെടുത്തതിന് ശേഷമാണോ അതിനു മുമ്പ് നിങ്ങളെ സംബന്ധിച്ച്? ടാറ്റ വരുന്ന സമയത്ത് നമ്മൾ വളരെയധികം സന്തോഷിച്ചു, എല്ലാ ജീവനക്കാരും വളരെയധികം സന്തോഷിച്ചിരുന്നു. കുറെ മാറ്റങ്ങൾ വരുന്നു, ഒരുപാട് പാസഞ്ചേഴ്സ് ആയിട്ട് ടാറ്റ വന്നിട്ട് എന്ത് മാറ്റങ്ങളാണ്. ഇപ്പൊ ഞങ്ങളായാലും ഒരു ഹോപ്പിന്റെ പേരിലാണ് ഇത്രയും കാലം വർക്ക് ചെയ്തോണ്ട്, ഇന്ന് ശരിയാവും നാളെ ശരിയാവും. അല്ല മാം, ഞാൻ ഒന്നുകൂടി വ്യക്തത വരുത്തുന്നു. 2022 ഈ ടേക്ക് ഓവർ നടക്കുന്നത്. ഈ ടേക്ക് ഓവർ നടന്നതിനു ശേഷം തന്നെ നിങ്ങളുടെ സർവീസിലെ അലവൻസ് അടക്കമുള്ള കാര്യങ്ങളിൽ മാറ്റം വന്നോ? വന്ന് കോൺട്രാക്ട് റിന്യൂവൽ 5 years കോൺട്രാക്ട് ആണ് തരല്. ഒരു റീസണും കൂടാണ്ട് നമുക്കൊരു അസസ്മെന്റ് എന്ന് പറഞ്ഞ കാര്യത്തില് നമ്മുടെ കോൺട്രാക്ട് കുറച്ച് ചെയ്ത് റീസൺ ചോദിക്കുമ്പോൾ അവർക്ക് അതിന് റീസൺ ഇല്ലാതെ ആവുന്നുണ്ട്. അപ്പൊ ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമുക്കൊരു റെസ്പോൺസ് കിട്ടിയിട്ടില്ല അവരെത്തുന്നത്. ഇപ്പൊ റീസെന്റ് തന്നെ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചാല്, ഞാൻ 3 ദിവസത്തെ പാസ്പോർട്ട് എന്റെ വീട്ടിൽ നിന്ന് പോയതാണ് ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ തിരിച്ച് ബാംഗ്ലൂർ എത്തിയ സമയത്ത് എന്റെ ഹോട്ടലായാലും സ്റ്റേന്റെ കാര്യങ്ങളും ക്യാബ് ഒന്നും അവര് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ടായിട്ടില്ല. ബീങ് ലേഡി ക്രൂ എന്റെ സേഫ്റ്റി വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു. ഒരു നിമിഷം മാം, മാഡത്തിന് ഈ കോൺട്രാക്റ്റിൽ 5 വർഷം കോൺട്രാക്റ്റ് ആണ് നേരത്തെ ഉണ്ടായിരുന്നത്. ആ 5 വർഷത്തെ കോൺട്രാക്ട് പിന്നീട് ചുരുക്കി ഈ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര വർഷത്തെ കോൺട്രാക്റ്റ് ആണ് കിട്ടുന്നത്? 5 വർഷത്തേക്ക് ചില അവർക്ക് 5 വർഷം കൊടുക്കുന്നു, ചില അവർക്ക് 1 വർഷം ആക്കിയിട്ട് കൊടുക്കുന്നു. അതിലൊരു സ്ഥിരത ഇല്ലാണ്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രോപ്പർ റീസൺ പറയുന്നില്ല എന്തുകൊണ്ടാണ് കുറച്ചുള്ള റീസൺ. ശരി ശരി. അപ്പോൾ നിങ്ങളുടെ സേവന കാലാവധിയിലുള്ള നിങ്ങളുടെ അനിശ്ചിതത്വം. 2, നിങ്ങളുടെ ശമ്പളത്തിൽ എന്തെങ്കിലും കുറവ് വന്നിരുന്നോ? ഹലോ മാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. എല്ലാത്തിനും നമുക്ക് കട്ട് ചെയ്തിട്ടാണ് തരുന്നത്. നമ്മളൊരു അലവൻസിന്റെ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഒരു സാലറി മാത്രമായിട്ടാണ് നമുക്കിപ്പോ തന്നുകൊണ്ടിരിക്കുന്നത്. അതും വലിയ എന്നിട്ടും ഞങ്ങൾ എല്ലാവരും റെഡി ആയിരുന്നു വർക്ക് ചെയ്യാൻ. കമ്പനിയുടെ സൈഡിൽ നിന്ന് കുഴപ്പമില്ല, മാറ്റങ്ങൾ ഇനിയും വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹോപ്പിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇത്ര സമയമായിട്ടും ഒരു ഇതിലും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും ഇല്ല. ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഇനി വരുന്നില്ല. പക്ഷേ ശരി, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താമസ സൗകര്യം, അക്കോമഡേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സ്ത്രീ ക്രൂകൾക്ക് ഏർപ്പെടുത്തുന്നത് അടക്കത്തിൽ അലംഭാവം കാണിച്ചു. ഞാൻ ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇതിൽ ചില ക്യാബിൻ ക്രൂവിലെ സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്ന ചില ദൃശ്യങ്ങളുണ്ട്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സ്ത്രീകൾ അടക്കമുള്ള ക്യാബിൻ ക്രൂ പ്രവർത്തകർ താമസിക്കുന്ന ഹോട്ടലുകൾ വളരെ മോശം ഹോട്ടലുകളായി മാറുന്നു. അവയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുന്ന അവസ്ഥയിലാണ് അവർ താമസിക്കേണ്ടി വരുന്നത്. അത്യന്തം വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ക്യാബിൻ ക്രൂവിനെ താമസിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്, അല്ലേ മാം? വളരെ കറക്റ്റാണ്. പക്ഷെ മാം, അതൊക്കെ ആണെങ്കിലും ഇതുമൂലം 20,000-ഓളം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിട്ടു. അതിലൊരു യാത്രക്കാരൻ ഇന്ന് രാവിലെ ഞങ്ങളോട് കരഞ്ഞു പറഞ്ഞു, ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് താമസിക്കാനുള്ള ഹോട്ടലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ടോ നിങ്ങളുടെ ശമ്പളത്തിലോ അലവൻസിലോ വന്നിരിക്കുന്ന ഇടിവ് സംഭവിച്ചതുകൊണ്ടോ ഉണ്ടാവുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഇരട്ടിയായിരുന്നില്ലേ യാത്രക്കാർക്കുണ്ടാക്കിയിരുന്ന ബുദ്ധിമുട്ട്? പറഞ്ഞത് ഒരു സൈഡ് മാത്രമുള്ള പ്രഷർ അല്ല നമ്മൾ നേരിട്ടത്. പല പ്രഷർ കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. കാരണം ഇതിപ്പോ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഒരു സബ്സിഡിയാണ്. ഒരാൾക്ക്, ഒരു ലേഡിക്ക് പറയാം എനിക്ക് സേഫ്റ്റി ആണ് മുഖ്യം, എനിക്ക് സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള രീതിയിൽ വന്നപ്പോ എനിക്കത് ഭയങ്കരം അറിയില്ല. അത് എത്രത്തോളം നിങ്ങൾ എനിക്കറിയത്തില്ല മാം. എനിക്കത് മനസ്സിലാകും. ഞാൻ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ടോയ്ലറ്റ് പോലും വേണ്ടത്ര ശുചിയില്ലാതെയാണ് നിങ്ങൾക്ക് ക്രമീകരിച്ചു തന്നത് എന്നത് വളരെ നിരാശകരമായ ഒരു കാര്യമാണ്. പക്ഷേ അതിന് നിയമവഴിയിലൂടെ നിങ്ങളിപ്പോൾ പോരാട്ടം തുടരുകയാണ്. ലേബർ കമ്മീഷണറുമായി നിങ്ങൾ സംസാരിച്ചു, ലേബർ കമ്മീഷണർക്ക് അത് ബോധ്യപ്പെട്ടു. ലേബർ കമ്മീഷണർ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സിഇഒയ്ക്ക് കത്തെഴുതി. അങ്ങനെ നിയമപരമായ പോരാട്ടം തുടരുന്നതിനിടയിൽ പെട്ടെന്ന് പണിമുടക്ക് പ്രഖ്യാപിക്കുകയും സിക്ക് ലീവ് എടുത്തു പോവുകയും ചെയ്തത് ശരിയാണോ? അങ്ങനെ ഒരു ചെയ്തത് ശരി തന്നെ. പക്ഷെ ലേബർ കമ്മീഷൻ വരെ എത്തിയിട്ട് അതിന്റെ മാനേജ്മെന്റ് ഒരു പോസിറ്റീവ് റെസ്പോൺസ് തന്നില്ല. അവരുടെ ഒരു ഹോപ്പ് ശരിയാക്കാം എന്നുള്ളൊരു വാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിന് മുതിരില്ലായിരുന്നു. പക്ഷെ ഒരു ഹോപ്പ് തരാത്തടത്തോളം കാലം നമ്മൾ എന്ത് വിചാരിച്ചു നാളെ വർക്കിന് പോകാൻ? നമുക്ക് ഫാമിലി ഉള്ള ആൾക്കാരാണ്. ഒരു സ്ഥലത്ത് പുറത്തേക്ക് പോകുമ്പോൾ നമ്മളെ ഫാമിലിയും വെയിറ്റ് ചെയ്യാണ് തിരിച്ചെത്തിയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ നിന്നത് 5 മണിക്കൂർ അവിടെ ഞാൻ ഒരു ഹോട്ടലിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഒരുപാട് കോൾ ചെയ്തെങ്കിലും റെസ്പോൺസ് ചെയ്തിട്ടില്ല. ഈ എന്റെ 8 വർഷത്തിൽ ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും കുടുങ്ങിയാൽ ആദ്യം വിളിക്കണ്ടേന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആള് വരെ കമ്പനിയിൽ ഇല്ല. മാം, ഇതൊരു കമ്പനിയുടെ എക്സ്പാൻഷൻ മോഡിലാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ലോ കോസ്റ്റ് കാരിയർ എന്ന നിലയിൽ എയർ ഏഷ്യയ്ക്കുള്ളിൽ ലയിപ്പിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ഒരു വലിയൊരു എൻറ്റിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പുറത്ത് എയർ ഇന്ത്യ വിസ്താര ഏറ്റെടുത്തുകൊണ്ട് ഫുൾ ലൈൻ കോഴ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞു.
അപ്പോൾ ഈ ഒരു ടേക്ക് ഓവർ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായി സംഭവിക്കാവുന്ന കുഴപ്പങ്ങൾ ആശയക്കുഴപ്പം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ്? ഇനി ഈ യാത്രക്കാർ അവരുടെ ജീവിതകാലത്ത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ ടിക്കറ്റ് എടുക്കുമോ? അവരുടെ ബ്രാൻഡ് പോയില്ലേ? എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നൊരു ബ്രാൻഡ് നിങ്ങൾ കാരണം പോയി എന്നതാണ് മാനേജ്മെന്റിന്റെ ആക്ഷേപം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഇങ്ങനെ ചെയ്ത് നമ്മളെ മുന്നിൽ വേറെ വഴി ഉണ്ടായിട്ടില്ല. നമ്മുടെ സ്ട്രെസ്സും നമ്മളുടെ പ്രഷറും അത് വേറെ തന്നെ ഒരു ലെവലായിരുന്നു. നമ്മളെ സ്ലീപ്പും കാര്യങ്ങളും ഓവർ ടൈമും എല്ലാം കണ്ടിന്യൂസ് റെസ്റ്റ് പീരീഡും ഒന്നും ഇല്ലാതെ ഫ്ലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാവരും കൺസിഡർ ചെയ്യണ്ടേ? മാഡം ഇപ്പോൾ സർവീസിലുണ്ട്, ടെർമിനേഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല. ടെർമിനേറ്റ് ചെയ്യപ്പെടുമോ എന്ന ആശങ്കയിലാണോ ഈ ഘട്ടത്തിൽ? അതെ, വളരെ കറക്റ്റ് ആണ്. അങ്ങനത്തെ ഒരു ആശങ്ക തന്നെയാണ് ഉള്ളത്. പക്ഷേ കൺസലേഷൻ പ്രോസസ്സ് നടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ച തുടരുന്നു. എനിക്ക് ലഭിച്ചിരിക്കുന്ന അനൌദ്യോഗിക വിവരം അനുസരിച്ച് ടെർമിനേറ്റ് ചെയ്തവരെ പലരെയും തിരിച്ചെടുക്കുമെന്നാണ്. ആവട്ടെ, കാരണം നമ്മളിപ്പോ ഒരു തെറ്റും ചെയ്യാണ്ട് എന്തിനാ അങ്ങനെ ഒരു ഇത് എടുക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ നമ്മളുടെ റൈറ്റ്സിനാണ്. കമ്പനി ഒരു പോളിസി തന്നിട്ടുണ്ട്, ആ പോളിസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളും ഫൈറ്റ് പക്ഷേ നിങ്ങൾ ലീവ് എടുത്തത് എയർ ഇന്ത്യയുടെ എംപ്ലോയി സർവീസ് റൂൾസിനെ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ് മാനേജ്മെന്റ് ടെർമിനേഷൻ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന വാചകം. ചെയ്ത എല്ലാവരും ഒരു 8 hours പ്രയർ, ഞങ്ങൾ റൂൾ പ്രകാരം 8 hours പ്രയർ ആണ് ഞങ്ങൾ ലീവ് എടുത്തിട്ടുള്ളത്. എല്ലാ ക്രൂവും അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് അല്ല ലീവ് എടുത്തിട്ടുള്ളത്. എല്ലാവരും പോളിസി പ്രകാരം തന്നെയാണ്. ഒരു നിമിഷം മാം, ഈ സിക്ക് ലീവിന് മാഡം അടക്കമുള്ളവർ അപേക്ഷിച്ചത് എന്നാണ്? ഇത് പോകുന്നതിന്റെ ഒരു ദിവസം മുന്നേ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡ്യൂട്ടിക്ക് പോകുന്നതിന് ഒരു ദിവസം മുമ്പെയോ? ഈ പ്രോബ്ലം ഈ പ്രശ്നം ആവുന്നതിന്റെ ഒരു ദിവസം മുന്നേ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷേ അപ്പോൾ ഒരു പ്രശ്നമല്ലേ? കാരണം സിക്ക് ലീവ് ആണ് എന്ന് പറഞ്ഞ് ഏകദേശം 200 സ്റ്റാഫ് സമരം ചെയ്തതിന് 24 മണിക്കൂർ മുമ്പ് ലീവ് എടുത്ത് പോയാൽ അവർക്ക് പരസ്പരം അറേഞ്ച് ചെയ്യാൻ കഴിയില്ലല്ലോ. ഏകദേശം 300ഓളം സർവീസുകൾ നടത്തുന്നുണ്ടല്ലോ എയർ ഇന്ത്യ എക്സ്പ്രസ്. പറഞ്ഞപ്പോ അവരത് കേട്ടില്ലല്ലോ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിപ്പോ നമ്മളെ സ്ട്രെസ്സും പ്രഷറും വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഫ്ലൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്കും ഫാമിലി കാര്യങ്ങളൊക്കെ. അപ്പം അത് ഓക്കെ മാം, ഞാനത് മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രശ്നം അത് തന്നെയാണ് ഒരു സ്ക്രീനിൽ ഒരു വശത്ത് കാണുന്നതും. നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ലഭിച്ചിരുന്ന അമ്യൂണിറ്റീസിലുള്ള കുറവ്, അലവൻസിലുള്ള കുറവ് ഒക്കെ മനസ്സിലാക്കുമ്പോഴും നിങ്ങൾ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വളരെ പെട്ടെന്ന് 200 പേര് സിക്ക് ലീവ് എടുത്ത് പോകുമ്പോൾ ഇതിൽ ബുദ്ധിമുട്ടിയ ഈ ഞങ്ങളുടെ ഈ ചർച്ചയിൽ വരുന്ന പ്രദീപിനെ പോലെയുള്ള ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വിസ കാലാവധി കഴിഞ്ഞിരിക്കുക, അവരുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്. പാസഞ്ചേഴ്സിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നില്ല. നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ ഭാഗത്ത് ചിന്തിക്കുക, നമ്മളുടെ ഈ സമരം കഴിഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ സർവീസിലേക്ക് തിരിച്ചു കയറും. പക്ഷേ ഈ വിമാനയാത്ര മുടങ്ങിയത് കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു പോയ നിരവധി ആളുകളുണ്ട്. അവരുടെ കാര്യം എന്ത് ചെയ്യും മാം? ഈ ടോട്ടലി അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഇതിപ്പം നമ്മളും എക്സ്ട്രീം ലെവൽ നമ്മളെ ആ ഒരു പീക്കിൽ എത്തിച്ചിട്ടുള്ളത്. എല്ലാവരും ആ ഒരു ാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. അപ്പൊ മാഡത്തിന്റെ വേർഷൻ ഞാൻ കേട്ടു. പൂർണ്ണമായും ഈ ദൃശ്യങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അമ്യൂണിറ്റീസിലുള്ള കുറവ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനേജ്മെന്റ് ആ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തേ മതിയാവൂ. മാനേജ്മെന്റിന് ജീവനക്കാരോട് ഇങ്ങനെ തൊഴിൽ നിയമ ലംഘനം നടത്താൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. താങ്ക് യു മാം. നമുക്കൊപ്പം ജോയിൻ ചെയ്തതിൽ. മാഡത്തെ ടെർമിനേറ്റ് ചെയ്യാതിരിക്കട്ടെ, ഒടുവിൽ നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ഒരു ക്യാബിൻ ക്രൂ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സർ, അങ്ങ് ഹലോ, ഗുഡ് ഈവനിങ്. അങ്ങ് ജോയിൻ ചെയ്യുന്ന സ്ഥലം എനിക്ക് പറയാൻ കഴിയില്ല, അങ്ങയുടെ പേരും പറയാൻ കഴിയില്ല. അങ്ങേക്ക് താല്പര്യമുണ്ടെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താം. ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കഴിയുമോ താങ്കൾക്ക്? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പേര് വെളിപ്പെടുത്താൻ കഴിയുമോ താങ്കൾക്ക്? സോറി, എനിക്ക് പറ്റത്തില്ല. ശരി, താങ്കൾ ഇപ്പോൾ സർവീസിലുണ്ടോ? ടെർമിനേറ്റഡ് ആണോ? സമരം ചെയ്യുന്നുണ്ടോ? എന്താണ് അവസ്ഥ? ഇല്ല, ഞാൻ പ്രസന്റ്ലി വർക്കിംഗ് ആണ്. ടെർമിനേഷൻ ലെറ്റർ കിട്ടിയിട്ടില്ല? ഇല്ല. ടെർമിനേഷൻ ലെറ്റർ വരുമെന്ന് ഭയമുണ്ടോ? തന്നെയാണ് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് പേര് ഐഡന്റിഫൈ ചെയ്യാൻ ശരി, പറ്റില്ല. ടെർമിനേഷൻ ലെറ്റർ വരുമെന്ന് ഭയമുണ്ടോ? ഞാൻ ഈ മൊമെന്റിൽ എനിക്കൊരു ഹാപ്പി ന്യൂസ് തരാൻ പറ്റുള്ളൂ. കാരണം ഓൾമോസ്റ്റ് ലേബർ കമ്മീഷണറുടെ മീറ്റിംഗ്, മാനേജ്മെന്റായിട്ടുള്ള മീറ്റിംഗ് ഇപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ മുന്നേ കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പേഴ്സണലി അറിഞ്ഞത് അത് ഓൾമോസ്റ്റ് റിവോക്ക് ആയി. എല്ലാവരെയും തിരിച്ചെടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. That's a good news, sir. That's a good news. 40ഓളം പേരെയാണ് തിരിച്ചുവിട്ടത്. അവരെ മുഴുവൻ ആൾക്കാരെയും തിരിച്ചെടുത്തു. നിങ്ങളുടെ ആവശ്യങ്ങൾ കമ്പനി അംഗീകരിച്ചു. സമരം അവസാനിച്ചോ? ഇല്ല, അതാണ് നെക്സ്റ്റ് ഇഷ്യൂ സംസാരിക്കാനുള്ളത്. That's a negative news. That's a sad news. ഒരു ഗുഡ് ന്യൂസ് നമ്മൾ കേട്ടു, 40 പേരെയും തിരിച്ചെടുത്തു. ബാഡ് ന്യൂസ്, ഇപ്പോഴും സമരം തുടരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഞങ്ങൾ ഈ സമരമായിട്ട് അത് പറയാൻ പറ്റില്ല. എല്ലാവരും ലീവിലാണ്. കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ലീവ് കിട്ടുന്നില്ലായിരുന്നു. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തന്നെ കാണേണ്ടതാണ്. ഒരു സ്ഥാപനം ഇല്ലാതെയാക്കിയിട്ടാണോ നിങ്ങൾ ലീവ് എടുക്കുക സാർ? കൂട്ട ലീവ് എടുത്താൽ ഈ 380 സർവീസുകൾ ആര് നടത്തും സാർ?
ഇല്ല, എന്റെ പേഴ്സണൽ കാര്യമാണെങ്കിൽ ഞാൻ ആൾമോസ്റ്റ് സിക്കാണ്. കാരണം ഇന്ത്യ മുഴുവൻ കറങ്ങിയിട്ടാണ് തിരിച്ചു വന്നത്. ഇല്ലാത്ത ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ചെയ്തു വരുമ്പോൾ ഒരു ദിവസത്തെ ലീവ് നമ്മൾ പ്രയർ അപ്ലൈ ചെയ്യുമ്പോൾ അതുപോലും തരില്ല അവര്. പിന്നെ നമുക്ക് പേഴ്സണൽ കാര്യങ്ങളുണ്ട്, പലതും ഉണ്ട്. പിന്നെ പേഴ്സണലി സിക്കായ പോലും അതിന് വരെ നമുക്ക് പല സർട്ടിഫിക്കറ്റ്സും പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ഓവറോൾ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഒരു ലാസ്റ്റ് 1 year ആഫ്റ്റർ ദ മെർജർ, ഐ ക്യാൻ സേ. എൻ്റെ ഒരു സംശയം അതല്ല, നിങ്ങൾ സമരം ചെയ്തു, അതിന്റെ കോസ് എനിക്ക് മനസ്സിലായി. ഞാൻ ആ ദൃശ്യങ്ങളും പ്രേക്ഷകരെ കാണിച്ചു. നിങ്ങളെ എങ്ങനെയാണ് ഈ മെർജറിന് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും പ്രതിഷേധാർഹമായ കാര്യമാണ്. ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് ആ വിഷയത്തിൽ. പക്ഷേ നിങ്ങൾ ഒരുമിച്ച് കൂട്ടത്തോടെ സിക്കിൽ, താങ്കളുടെ കാര്യമല്ല, താങ്കൾക്കൊപ്പമുള്ള സഹപ്രവർത്തകരടക്കം കൂട്ടത്തോടെ 200 പേരിലധികമാണ് ഈ സിക്ക് ലീവ് എടുത്ത് മാറി നിൽക്കുന്നത്. അത് സർവീസിനെ ബാധിക്കും. ഇപ്പോൾ 20,000-ഓളം യാത്രക്കാരിൽ ഒരാൾ പോലും ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ അടുത്ത കാലത്തെങ്ങും യാത്ര ചെയ്യാൻ പോവില്ല. 1,000 രൂപ കൂടുതലാണെങ്കിലും മറ്റുള്ള എയർലൈൻസിലേക്ക് പോകും, ഇൻഡിഗോയിലേക്ക് പോകും, അതല്ലെങ്കിൽ ജെറ്റിലേക്ക് പോകും. അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ തകർക്കുന്ന ഒരു നീക്കമായിട്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മാനേജ്മെന്റ് ഇതിനെ കണ്ടിരിക്കുന്നത്. ഇല്ല സർ, ഇല്ല. ഞങ്ങളെല്ലാവരും പാഷനോടുകൂടി ഫ്ലൈയിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോഴും പാഷനേറ്റ് ആയിട്ട് ഫ്ലൈയിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ആൾമോസ്റ്റ് 10 years 12 years കഴിഞ്ഞ 14 18 years 16 years കഴിഞ്ഞ ആൾക്കാരും ഇപ്പോഴും ഫ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു ഡിമാൻഡ് അത് അക്സെപ്റ്റ് ചെയ്യാനോ, എന്തുകൊണ്ട് നമ്മൾ അയക്കുന്ന ഒരു മെയിലിനെ റിവേർട്ട് ചെയ്യാനോ അവർക്ക് കഴിയുന്നില്ല. ടോപ്പ് മാനേജ്മെന്റിന് എന്തുകൊണ്ട് റിപ്ലൈ തരാൻ പറ്റുന്നില്ല? പക്ഷെ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ബുദ്ധിമുട്ടിലാക്കി. ഇതിൽ പല കസ്റ്റമേഴ്സും ഇന്നലെ പ്രാഗിക്കൊണ്ടാണ് പോയത്, ശപിച്ചുകൊണ്ടാണ് പോയത്. ഇല്ല സർ, ഇത് ഞങ്ങളുടെ ഗതികേട് കൊണ്ട് ചെയ്യേണ്ടി വരുന്നതാണ് പലർക്കും. എന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഞാൻ പേഴ്സണലി സിക്കായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ചെയ്യേണ്ടി വന്നത്. ഞാൻ അങ്ങയുടെ കാര്യമല്ല ചോദിച്ചത്. എങ്കിലും താങ്കളുടെ സഹപ്രവർത്തകരിൽ ചിലരെങ്കിലും നിങ്ങളെ ഈ സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ പീക്കിൽ എത്തിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രവൃത്തി ചെയ്യേണ്ടി വന്നത്. അതിന് ടെർമിനേഷൻ ലെറ്റർ കൊടുത്തിരുന്ന വാചകം ഇതാണ്: കൺസേർട്ടഡ് ആക്ഷൻ വിത്ത് എ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ടു നോട്ട് ഓപ്പറേറ്റ് ദി ഫ്ലൈറ്റുകൾ സർവീസ് നടത്തരുത് എന്ന സ്ഥാപിത താല്പര്യത്തോടു കൂടി സംഘടിതമായി നിങ്ങൾ എടുത്ത തീരുമാനമെന്നാണ്. സർ, ഞങ്ങളുടെ ഓഫീസ് ജോബ് അല്ല. ഞങ്ങളുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ എയർ ആണ്. എയറിൽ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അവിടുന്ന് ഓഫീസ് പൂട്ടി ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഫ്ലൈയിങ് ആണ്. ഫ്ലൈയിങ്ങിന് മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞങ്ങളുടെ ഡിമാൻഡ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ നേരത്തെ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഹോട്ടൽ അക്കോമഡേഷൻ, ട്രാവൽ ഡെസ്ക് ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായിട്ട്. ഞാനൊരു കാര്യം കൂടി ചോദിക്കട്ടെ സാർ. സാർ, ഞാൻ മനസ്സിലാക്കി. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ ഇന്ന് രാവിലെ വന്നൊരു കസ്റ്റമർ പറഞ്ഞത് അയാളുടെ വിസ കാലാവധി ഇന്ന് രാത്രി 12 മണിക്ക് അവസാനിക്കും. മറ്റൊരു ടിക്കറ്റ് എടുത്ത് പോകാൻ അയാൾക്ക് കഴിയില്ല. 18,000 രൂപ റീഫണ്ട് ടിക്കറ്റ് എടുത്താണ് അയാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ സമരം കാരണം അയാൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ ആരാണ് ഉത്തരവാദി? സർ, മനസ്സിലാക്കുന്നു. അവരുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. ഞങ്ങൾ ഡെയിലി കാണുന്നതാണ്. പാസഞ്ചേഴ്സിനോട് ഞങ്ങൾ ഇത്രയും 100% ഡെഡിക്കേഷൻ കാണിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. 100% ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്തവർക്ക് അറിയാം എത്രത്തോളം 100% ഡെഡിക്കേറ്റഡ് ആണ് ക്യാബിൻ ക്രൂ എന്ന്. വേറെ എയർലൈനിലും കിട്ടാത്ത ഒരു സ്വീകാര്യത എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഗ്യാരണ്ടി ചെയ്ത് പറയാൻ. നിങ്ങൾ എപ്പോഴാണ് ഈ സമരം അവസാനിപ്പിക്കാൻ പോകുന്നത് സാർ? സർ, ഇപ്പോൾ എനിക്ക് ഹാപ്പി ന്യൂസ് തന്നെയാണ് സാറിന് തരാൻ പറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് മീറ്റിംഗ് റിസോൾവ് ആയി. ചീഫ് ഓഫ് HR അതിന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് മീറ്റിംഗ് ഞങ്ങളുടെ ഗ്രീവൻസസ് കേൾക്കാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സമരം പിൻവലിക്കാൻ പോവുകയാണ് സർ. ഇപ്പൊ ഞങ്ങൾക്ക് ഒരു മെയിൽ റിസീവ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ബാക്ക് ടു ഫ്ലൈയിങ് പോകണമെന്നാണ്. അപ്പോൾ സോ യു ആർ ഗോയിങ് ടു ഫ്ലൈ ബാക്ക്? യെസ്, ഐ ആം ഗോയിങ് ബാക്ക്. സോ സമരം അവസാനിച്ചു? സമരം ഏകദേശം അവസാനത്തിലെത്തിയെന്നാണ് ഞാൻ അറിയുന്നത്. That's great, sir. That's a good news, sir. Thanks a lot. സമരം അവസാനിച്ചിരിക്കുന്നു എന്നാണ് ജീവനക്കാർക്ക് ലഭിച്ചിരിക്കുന്ന മെയിലിൽ പറയുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിലെ സമരം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ കൺസിലിയേഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ചർച്ച കഴിഞ്ഞതിനു ശേഷം HR അവരവരുടെ ഉദ്യോഗസ്ഥർക്ക് ജീവനക്കാർക്ക് മെയിലുകൾ അയച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. എനിക്കൊരു ഇടവേള കൂടി വേണം. ഈ സന്തോഷ വാർത്തയോട് കൂടി തന്നെ നമ്മൾ ഇടവേളയ്ക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കൊപ്പം അതിഥികളുണ്ടാവും. അതിഥികളിലേക്ക് പോകാം. അതിനു മുമ്പ് ഷോർട്ട് ബ്രേക്ക്. 48 മണിക്കൂർ നീണ്ട സമരത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ യാത്രക്കാരെ എയറിൽ നിർത്തിയതിന് ആരുടെ വാശി എന്നതാണ് ചോദ്യം. നമുക്കൊപ്പം പുറത്താക്കപ്പെട്ട സീനിയർ ക്യാബിൻ ക്രൂ എയർ ഇന്ത്യ എക്സ്പ്രസിലെ തന്നെ ജീവനക്കാരിയായിരുന്ന പാരിപ്രിയയുണ്ട്. ഒപ്പം യാത്രക്കാരനായ പ്രദീപ് മോഹനും തത്സമയം ചേരുന്നു. ആദ്യം പാരിപ്രിയയിലേക്ക്. പാരിപ്രിയ, വെരി ഗുഡ് ഈവനിങ് മാം. താങ്ക്സ് ഫോർ ജോയിനിങ് മീ. എന്തുകൊണ്ടാണ് താങ്കളെ പിരിച്ചുവിട്ടത് പാരിപ്രിയ? എന്റെ പുറത്താക്കൽപ്പെടലിന്റെ കാരണം ഇതുവരെ എനിക്കും അറിയില്ല. സ്ട്രേഞ്ച്. പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതാണ് ഞാൻ പുറത്താക്കപ്പെട്ടത്. 2023 സെപ്റ്റംബർ 30 വരെ ഞാൻ എയർ ഇന്ത്യയിൽ എംപ്ലോയി ആയിരുന്നു കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട്. അതിന്റെ കാരണം എന്താണെന്ന് ലെവൽ 1 ഞാൻ സീനിയർ ക്യാബിൻ ക്രൂ ആണ്. ഓക്കെ.
സീനിയർ ക്യാബിൻ ക്രൂവായി 8 വർഷം എയർ ഇന്ത്യയിൽ സേവനമനുഷ്ഠിച്ച പാരിപ്രിയയെ പുറത്താക്കാനുള്ള കാരണം ടെർമിനേഷൻ ലെറ്ററിൽ പോലും പറയുന്നില്ലേ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ എന്തു പറഞ്ഞാണ് പുറത്താക്കിയത് പാരിപ്രിയ? മതിയായ ഒരു കാരണം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എങ്കിലും ടെർമിനേഷൻ ലെറ്ററിൽ എന്തെങ്കിലും ഒരു കാരണം സൂചിപ്പിച്ചിട്ടുണ്ടാവില്ലേ? ടെർമിനേഷൻ ലെറ്റർ അല്ല, എന്റെ കോൺട്രാക്ട് ലിസ്റ്റ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ആ ഒരു ലെറ്റർ മാത്രമേ. ഞാൻ 2023 സെപ്റ്റംബർ 30 വരെ ആയിരുന്നു എന്റെ കോൺട്രാക്ട്. ഓക്കെ. അതിനുശേഷം കോൺട്രാക്ട് പുതുക്കി തന്നിട്ടില്ല. അതായത് എയർ ഏഷ്യയുമായി ലയിച്ചതിന് ശേഷം പാരിപ്രിയയെ പോലെ അതെ നിരവധി പേരെ പുറത്താക്കിയിട്ടുണ്ടോ? അതെ അതെ അതെ. അപ്പം ഈ പല പല പറഞ്ഞത് എന്താണെന്നാണ് പാരിപ്രിയ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും പുറത്താക്കപ്പെട്ടതെന്നാണ് പാരിപ്രിയ മനസ്സിലാക്കുന്നത്? പാരിപ്രിയ, ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാരിപ്രിയ 8 വർഷം എയർ ഇന്ത്യയുടെ എക്സ്പ്രസിൽ തന്നെ സീനിയർ ക്യാബിൻ ക്രൂ ആയിട്ട് സേവനമനുഷ്ഠിച്ച് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ പുറത്താക്കപ്പെട്ട ജീവനക്കാരിയാണ്. ഈ എയർ ഏഷ്യയുമായിട്ട് ലയിക്കുന്നതിന് മുമ്പുള്ള സേവനത്തിൽ നിങ്ങൾ തൃപ്തയായിരുന്നോ പാരിപ്രിയ? തീർച്ചയായിട്ടും ശ്രീ ശ്യാം സുന്ദർ CEO ആയ കാലത്ത് ഒക്കെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 8.5 വർഷമായിട്ട് എയർ ഏഷ്യ മാനേജ്മെന്റ് എന്ന് ടേക്ക് ഓവർ ചെയ്തോ അന്ന് മുതലാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയത്. പക്ഷെ അതിനു നിങ്ങൾ മുമ്പ് വരെ അടക്കമുള്ള എല്ലാ ജീവനക്കാരും ടാറ്റ എയർ ഇന്ത്യ ഏറ്റെടുക്കുന്നു എന്ന് വരും വർഷം മുതൽ തന്നെ വളരെ പ്രതീക്ഷയിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അല്പസമയം മുമ്പ് ഇപ്പോൾ സർവീസിലുള്ള ഒരു സീനിയർ എയർ ക്യാബിൻ ക്രൂവുമായി സംസാരിച്ചപ്പോഴും അവരും അത് തന്നെയാണ് പറയുന്നത്. അതെ അതെ അതെ. പിന്നീട് എവിടെയാണ് ഈ പ്രശ്നം സംഭവിച്ചതായി പാരിപ്രിയ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയായിരുന്നു നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ? ഞങ്ങൾ നേരിട്ട പല പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് സാർ ഇപ്പോൾ എയറിൽ കാണിച്ചത്, ദൃശ്യങ്ങളിലൂടെ കണ്ടത്. ഞാനും അത് കണ്ടിരുന്നു. അതേപോലെ പല പല കാര്യങ്ങൾ, കോൺട്രാക്ട് കട്ടേൽമെന്റ് ചെയ്യുക, പ്രസവാവധിക്ക് ശേഷം വരുന്ന ക്രൂവിനെ തിരിച്ചെടുക്കാതിരിക്കുക, BMI ഇഷ്യൂസ്, അതുപോലെ തന്നെ കളറിന്റെയും ആക്സെന്റിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള പുറത്താക്കല്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിനോട് അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ പല സഹപ്രവർത്തകരും എന്നോട് അത് പങ്കുവച്ചിട്ടുമുണ്ട് ഇതിനോട്. മാത്രമല്ല എനിക്കൊന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിലെ ക്യാബിൻ ക്രൂ ജീവനക്കാരിൽ ഭൂരിപക്ഷവും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്, അതിൽ കൂടുതലും മലയാളികളാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ. പേരിപ്രിയ, അങ്ങനൊരു വിഭജനം നമുക്ക് അംഗീകരിക്കാനോ വിവേചനം അംഗീകരിക്കാനോ കഴിയില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സെപ്റ്റംബറിൽ പാരിപ്രിയ പുറത്താക്കപ്പെട്ടതിന് ശേഷം മറ്റ് നടപടികളിലേക്ക് പോയിരുന്നില്ലേ? സർവീസിൽ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ കമ്മീഷനൊന്നും സമീപിച്ചില്ലേ? തീർച്ചയായിട്ടും ഞാൻ ലേബർ ട്രിബ്യൂണലിനെ സമീപിച്ചിരുന്നു. അവിടുത്തെ കേസ് സോർട്ട് ഔട്ട് ആവാത്തതുകൊണ്ട് ഇപ്പം ലേബർ കോർട്ടിലാണുള്ളത്. ഞാനും എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റും ഞാനുമായിട്ടുള്ള കേസ്. ഓക്കെ. അപ്പൊ പാരിപ്രിയ, ഈ ലയനത്തിനു ശേഷമാണ് അവിടെ കുഴപ്പങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയത്. നിങ്ങളുടെ അലവൻസുകൾ കട്ട് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ തന്നില്ല, നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ വിവേചിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ ഈ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം സംഭവിച്ചതാണ്. ടാറ്റ ഏറ്റെടുക്കുന്ന സമയത്ത് എന്റെ മറ്റു സഹപ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ആ ഒരു കാര്യം കണ്ടത്. പക്ഷേ ടാറ്റ എയർ ഇന്ത്യ എക്സ്പ്രസിനെ എയർ ഏഷ്യ ആയിട്ടാണ് മെർജ് ചെയ്തത്. എയർ ഏഷ്യയിലെ കുറച്ച് ഒഫീഷ്യൽസ് വന്നിട്ടാണ് കമ്പനിയിൽ ഇത്രയും കുഴപ്പം ഉണ്ടാക്കിയതും. അവരുടെ ഞങ്ങളോടുള്ള ക്രൂവിനോടുള്ള സമീപനം ഭയങ്കരമായിട്ട് അൺപ്രൊഫഷണൽ ആയിരുന്നു. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് രീതികളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഞങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി വളരെ വളരെ മോശമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ 2023 ഏറ്റവും മികച്ച ക്യാബിൻ ക്രൂവിനുള്ള അവാർഡ് വാങ്ങിച്ച ഒരാളാണ്. അതായത് ഏറ്റവും മികച്ച ക്യാബിൻ ക്രൂവിന് അവാർഡ് വാങ്ങിയ പാരിയാണ് പുറത്താക്കിയത്. പാരി ഏതെങ്കിലും കാര്യത്തിൽ ഈ വിഷയങ്ങളോട് മാനേജ്മെന്റിനോട് ഈ കാര്യങ്ങൾ അറിയിക്കുകയോ യൂണിയന്റെ ഭാഗമായി പ്രതിഷേധിക്കുകയോ ചെയ്തിരുന്നോ പാരിപ്രിയ? ഞാൻ എല്ലാവർക്കും ഇമെയിൽ ചെയ്തിരുന്നു. എനിക്ക് ആരുടെ ഭാഗത്തുനിന്നും പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അല്ല പാരിപ്രിയ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നേരിടുന്ന വിവേചനത്തെ കുറിച്ചോ ബുദ്ധിമുട്ടുകളെ കുറിച്ചോ മാനേജ്മെന്റിനോട് പാരിപ്രിയ സംസാരിച്ചിരുന്നോ? നിരവധി സമയം സംസാരിച്ചിരുന്നു. ഒരുപക്ഷെ അങ്ങനെ സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് കൂടിയാണോ പാരിപ്രിയെ അവർ പുറത്താക്കിയിട്ടുണ്ടാവുക? അങ്ങനെയാണ് എനിക്ക് ഇതുവരെയുള്ള എന്റെ ഒരു മനസ്സിലാക്കിയത്. പാരിപ്രിയ ഈ തൊഴിലാളികളുടെ തങ്ങൾക്കൊപ്പം നിന്ന് ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാനേജ്മെന്റുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാവുകയോ അല്ലെങ്കിൽ അത് മാനേജ്മെന്റിനെ അറിയിക്കുകയോ ചെയ്തു. അതിനുള്ള പ്രതികാര നടപടി ആയിരിക്കാം ഒരുപക്ഷെ, അല്ലേ? ഞാൻ എന്റെ ഈ പുറത്താക്കൽ നടപടിയിൽ ഞാൻ സിഒക്ക് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ വഴി സിഒ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാവരെയും ഓൺ ബിഹാഫ് ഓഫ് എന്റെ എല്ലാ കൊളീഗിനെയും ഇതിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്.
ഓക്കെ പാരി, ഒരു സംശയം കൂടി. ഈ സെപ്റ്റംബറിലാണല്ലോ പാരി പ്രിയെ പുറത്താക്കുന്നത്. ഇന്നിപ്പോൾ അതിനുശേഷം ഒരു 8-9 മാസം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊരു കൂട്ട സമരം ഉണ്ടാവുന്നതും ആ സമരത്തിന്റെ ഭാഗമായിട്ട് മിന്നൽ പണിമുടക്കാന്നാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം ഈ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നതും, അതായത് ഇങ്ങനൊരു സമരം വരാൻ പോകുന്നു എന്ന വിവരം മാനേജ്മെന്റിന് അറിയാമായിരുന്നോ? മാനേജ്മെന്റുമായിട്ട് അവരുടെ അവകാശം മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള ചർച്ചകൾ വെച്ചത് അത് പരാജയപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതായത് ഈ ഞങ്ങൾ കൂട്ട അവധി എടുക്കും എന്നുള്ള വിവരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇവർ മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടാകുമോ? അറിയിച്ചിരുന്നു. അതായത് ഒരു മിന്നൽ പണിമുടക്കായിരുന്നില്ല. അല്ലല്ല, അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ചില മാധ്യമങ്ങളും. പക്ഷേ യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കമ്പനി, ഇനിയിപ്പോൾ നിങ്ങൾ തിരിച്ച് സർവീസിൽ കയറിയാലും അതിൽ യാത്രക്കാരുണ്ടാകുമോ എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ പാരി? തീർച്ചയായിട്ടും യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ എനിക്ക് വ്യക്തിപരമായി എനിക്ക് വളരെയധികം ഖേദമുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം, ഈ ഒരു സമരം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്, എന്റെ സഹപ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴും നിയമപരമായി പോരാടിയാൽ മതിയായിരുന്നില്ല. ഈ 2 ദിവസം കൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ബ്രാൻഡിനുണ്ടായ ഡാമേജിന്റെ നഷ്ടം ആര് തീർക്കും പാരിപ്രിയ? സാർ, എന്റെ കൊളീഗ് പറഞ്ഞ പോലെ ഇത് വളരെ ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നു എയർ ഏഷ്യ കൂടി ഏറ്റെടുത്തതോടുകൂടി ഏറ്റവും കൂടുതൽ ക്യാബിൻ ക്രൂ ജീവനക്കാരുള്ള ഒരു എൻറ്റിറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എയർ ഇന്ത്യ. ആ എയർ ഇന്ത്യയുടെ ബ്രാൻഡാണ് നിങ്ങളുടെ സമരത്തിലൂടെ പൊളിഞ്ഞു പോയതെന്നാണ്. അപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവില്ലേ ഇനി എയർ ഇന്ത്യ എക്സ്പ്രസ് എടുത്താൽ വഴിയിൽ കിടക്കുമോ എന്നുള്ളത്? സാർ, എയർ ഇന്ത്യ എക്സ്പ്രസ് ക്യാബിൻ ക്രൂവിനെയും മറ്റു ജീവനക്കാരെയും ട്രീറ്റ് ചെയ്യുന്ന അവസ്ഥ ഇപ്പോൾ സാറിന് ദൃശ്യങ്ങളിലൂടെ മനസ്സിലായി കാണുമല്ലോ. ഇതൊക്കെയാണ് ഞങ്ങൾ പോകുന്നിടത്തൊക്കെ ഞങ്ങൾ അനുഭവിക്കുന്നത്. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് ഫ്ലൈറ്റിൽ ചായയും കാപ്പിയും കൊടുക്കാനായിട്ട് മാത്രമുള്ളവരല്ല. നമ്മള് സേഫ്റ്റി സംബന്ധമായ പല കാര്യങ്ങളും, മെഡിക്കൽ എമർജൻസി, പല പല കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺ ബോർഡിൽ നമ്മൾ ചെയ്യുന്നവരാണ്. അപ്പോ ഈ പറയുന്ന ഞങ്ങൾക്കും കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരാണ്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൽ വർക്ക് ചെയ്യുന്നത് 70% ആൾക്കാരും ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത്രയും കാലം കഴിഞ്ഞ 2005 എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയത്. അന്ന് മുതൽ ഈ കമ്പനിയെ ഇതുവരെ അത് നഷ്ടത്തിലേക്ക് പോയിട്ടില്ല. കോവിഡിന്റെ സമയത്ത് പോലും നഷ്ടത്തിൽ പോകാത്ത ഒരേ ഒരു കമ്പനിയാണ്. ബെസ്റ്റ് എക്കോണമിക് ബ്രാൻഡ് അവാർഡ് വാങ്ങിച്ച ഒരു കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ആ കമ്പനിയെ ഇന്നത്തെ ഈ ഇതിലാക്കിയതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പങ്കുണ്ട്. ഞാൻ കഴിഞ്ഞ 8 കൊല്ലത്തിലധികമായിട്ട് ഞാൻ എയർ ഇന്ത്യ എക്സ്പ്രസിൽ വർക്ക് ചെയ്യാണ്. അപ്പം ഈ മെർജിങ്ങിന് മുമ്പ് വരെയുള്ള എല്ലാ പാരിയുടെ കണക്ഷൻ കട്ടായി. പ്രദീപ് മോഹൻ നമുക്കൊപ്പമുണ്ട്. പ്രദീപ് യാത്രക്കാരനാണ്. ഇന്ന് രാവിലെ നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ പ്രദീപ് എത്തിയിരുന്നു. പ്രദീപിനെ നമ്മൾ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നതുമാണ്. പ്രദീപിൻ്റെ ആശങ്കകൾ അവസാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രദീപ് പിന്നീട് തിരിച്ച് ബാദുഷയോ സ്പോൺസറോ പ്രദീപിനെ ബന്ധപ്പെട്ടിരുന്നോ? എക്സ്റ്റൻഷൻ കിട്ടിയ വിവരം അറിയിച്ചോ? വൈകുന്നേരം എനിക്ക് 5 മണിയായപ്പോൾ ബാദിഷ വിളിച്ചായിരുന്നു. വിളിച്ചിട്ട് ഇത് കണക്കാണ് പറഞ്ഞ കാര്യം. എൻ്റെ അറബാബ് അവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ അന്വേഷിച്ചതിൽ അങ്ങനെ ഒരു ഫോം കിട്ടാൻ പാടാണെന്നാണ് ഇപ്പോൾ കിട്ടിയ അറബാബ് പറഞ്ഞത്. അതായത് അങ്ങനെയാണെങ്കിൽ പ്രദീപ് എക്സ്റ്റൻഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ പോകാൻ പ്രദീപ് ഒരുക്കമാണോ? അങ്ങനെ പോയാൽ പ്രദീപിന് അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷം ഈ അർബാബിൻ്റെ ജോലിക്ക് ചേരുകയും പിന്നീട് മറ്റൊരു വിസയിലേക്ക് മാറുകയും ചെയ്താൽ മതിയാകുമോ? അങ്ങനെയാണ് ഇപ്പോൾ ഫോർമാനും പറഞ്ഞത്. അങ്ങനെയാണ്. അപ്പോൾ ബാദുഷ പറഞ്ഞിരിക്കുന്നത് വിസിറ്റിംഗ് വിസയിൽ വരിക പറഞ്ഞ അതേ മെത്തേഡാണ്. ഇപ്പോൾ പ്രദീപ് പോയത് വിസിറ്റിംഗ് വിസയിലല്ലല്ലോ, ജോബ് വിസയിൽ തന്നെ ആയിരുന്നില്ലേ? അല്ല, ജോബ് വിസയിലായിരുന്നു ഞാൻ പോയത്. ജോബ് വിസയാണെങ്കിലും എൻ്റെ ക്യാഷാണ് വിസയ്ക്കായിട്ട് ഞാൻ മുടക്കിയത്. അപ്പം പ്രദീപിന് ഒരു വിസിറ്റിംഗ് വിസ എടുത്തുവാണ് ഞാൻ. വിസിറ്റിംഗ് വിസ അർബാബ് മുടക്കില്ലല്ലോ, വിസിറ്റിംഗ് വിസ നമ്മൾ തന്നെ എടുക്കേണ്ടി വരില്ലേ പ്രദീപ്? അതെ 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 പ്രദീപ്, അപ്പം വിസിറ്റിംഗ് വിസ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. വിസിറ്റിംഗ് വിസ ഞാൻ തന്നെയാണ് എടുക്കേണ്ടത്. ശരി. അപ്പോൾ വിസിറ്റിംഗ് വിസ നമുക്ക് തയ്യാറാക്കാം. 15-ാം തീയതിക്ക് മുമ്പ് എത്തിയാൽ 15-ാം തീയതിക്ക് മുമ്പ് എത്തിയാൽ അർബാബ് ജോലി തരാൻ തയ്യാറാണ്. ആ വിസ ജോബ് വിസയിലേക്ക് മാറാം അല്ലേ? ജോബ് വിസയിലേക്ക് മാറാം. എന്നാലും ഞാൻ വീണ്ടും 10-80,000 രൂപ ഞാൻ വീണ്ടും എൻ്റെ ഈ പുതിയ വിസയ്ക്ക് വീണ്ടും ഞാൻ ഉപയോഗിക്കേണ്ടി വരും. പുതിയ വിസ എടുക്കാൻ വേണ്ടി വരും.
അതിനുശേഷം ഈ പറഞ്ഞതുപോലെ 18,000 രൂപ കമ്പനിക്കായിരിക്കും റീഫണ്ട് ചെയ്യുക, മറ്റൊരു ഈ യാത്രാക്കൂലി വേണ്ടി വരും. അതാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ യാത്രാക്കൂലിയും വിസയ്ക്കുള്ള ചെലവും റിപ്പോർട്ടർ TV ഏറ്റെടുത്തിരിക്കുന്നു പ്രദീപ്. അത് രണ്ടിൻ്റെയും ചെലവ് എത്രയാണെന്ന് വെച്ചാൽ അത് റിപ്പോർട്ടർ TV പ്രദീപിൻ്റെ എന്നാണോ പോകാൻ താല്പര്യമുള്ളത് ആ ദിവസം റിപ്പോർട്ടർ TV പ്രദീപിന് എടുത്തു തരുന്നതായിരിക്കും. ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മളോടൊപ്പം ഈ സമരം ചെയ്യുന്ന ജീവനക്കാരിയുണ്ട്. പ്രദീപിന് ആ ജീവനക്കാരോട് പറയണ്ടോ? ഇപ്പോൾ പ്യാരിപ്രിയെ സമരം ചെയ്യുന്ന ജീവനക്കാരിയല്ല, നേരത്തെ ഈ വിഷയങ്ങളൊക്കെ അനുഭവിച്ചയാളാണ്, പുറത്താക്കപ്പെട്ട സീനിയർ ക്യാബിൻ ക്രൂ ആണ്, സമരം ചെയ്യുന്നവരുടെ ഒരു പ്രതിനിധി കൂടിയാണ്. പ്രദീപിന് എന്താണ് അവരോട് പറയാനുള്ളത്? അവരുടെ സമരം എങ്ങനെയാണ് പ്രദീപിനെ ബുദ്ധിമുട്ടിച്ചത് എന്നാണ് പ്രദീപിന് പറയാനുള്ളത്? പ്രദീപിനെ പോലെയുള്ളവരെ ബുദ്ധിമുട്ടിച്ചത് എങ്ങനെയാണ്? എത്ര മണിക്കൂർ എയർപോർട്ടിൽ കാത്തു നിൽക്കേണ്ടി വന്നു? ഞാൻ 2 ദിവസമായിട്ട് 4-5 മണിക്കൂർ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, 2 ദിവസം കൊണ്ട്. ഫസ്റ്റ് ദിവസം പോയി, പിന്നെ 8-ാം തീയതി ഞാൻ എയർപോർട്ടിൽ പോയി ഒരു 4-7 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ഇന്ന് രാവിലെ പോയി 4-5 മണിക്കൂർ വെയിറ്റ് ചെയ്തു. കാരണം 5 മണിക്ക് ഞാൻ ഇവിടുന്ന് പോകുന്നത്, വീട്ടിൽ വന്ന് തിരിച്ച് കയറുന്നത് 11:30 മണിക്കാണ്. അവര് പറയുന്നതിനനുസരിച്ചാണെങ്കിൽ ആ മേഡത്തിനോട് എനിക്ക് അതെ ആശങ്കയാണ്. എനിക്ക് ആ മേഡത്തിനോട് പറയുകയാണെങ്കിൽ, ഞാനും വർക്ക് ചെയ്യുന്നവനാണ്, ഞാനും സിക്ക് ലീവ് എടുക്കുന്ന ആളാണ്. അതും ഞാൻ എൻ്റെ കമ്പനിയിൽ ഞാൻ മുമ്പേ കൂട്ടി അറിയിച്ചുകൊണ്ടാണ് ഞാൻ സിക്ക് ലീവ് എടുക്കുന്നത്. കാരണം അവർക്ക് അതിനുള്ള യാതൊരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ള കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ആ സിക്ക് ലീവ് എടുക്കുന്നത് തന്നെയാണ്. പക്ഷേ ഇതുപോലെ ഒരു സിക്ക് ലീവ് എടുത്തു കഴിഞ്ഞാൽ പൊതുജനങ്ങൾക്ക് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായി തീരുന്നതാണ്. കാരണം ഇതിപ്പോൾ നിങ്ങൾ സാർ ന്യൂസുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു. അത് അങ്ങനെ ആയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരു പാഴായി പോകും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഞാൻ നിന്നത്. പ്യാരി, പ്രദീപിനോട് എന്തെങ്കിലും പറയാനുണ്ടോ പ്യാരി? സർ, നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഇത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു പ്യാരി. എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അതിൽ പ്രദീപിനെ തീർച്ചയായും കുറ്റപ്പെടുത്താൻ കഴിയില്ല, പ്രദീപ് അതിൻ്റെ ഇരയാണ്. പ്യാരിയെയും പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയാത്തത് നിങ്ങൾ അനുഭവിക്കുന്ന തൊഴിലിൻ്റെ സമ്മർദ്ദം എന്താണെന്നുള്ളത് ഞങ്ങൾ ബോധ്യപ്പെടുന്നു. നിങ്ങൾ ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ തൊഴിൽ നിയമ ലംഘനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ലേബർ കമ്മീഷണർ കൂടി ബോധ്യപ്പെട്ടതാണ്. മാനേജ്മെൻറ്റാണ് ഇതിന് പിന്നിൽ ഉത്തരവാദികൾ എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാം. മാനേജ്മെൻറ്റ് തെറ്റ് തിരുത്തട്ടെ എന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. പ്യാരി, താങ്ക് യു. പ്യാരി എന്തോ പറയാനുണ്ട്, പറഞ്ഞോളൂ. സർ, മാനേജ്മെന്റിലുള്ള ചില പ്രത്യേക വ്യക്തികൾ, അതായത് എയർ ഏഷ്യയിൽ നിന്ന് ഇപ്പോൾ എയർ ഇന്ത്യയിലേക്ക് വന്ന ചില പ്രത്യേക വ്യക്തികൾ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇതിന് പിന്നിലുള്ളത്. അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രശ്നം ഈ രീതിയിലാക്കിയത്. അത് ഏഷ്യയിൽ നിന്ന് വന്ന വ്യക്തികളാണ്. ഒരു 2-3 ലേഡീസും ബാക്കിയുള്ളവരുമാണ്. അവർക്ക് എയർ ഏഷ്യയിൽ ഞങ്ങളെക്കാളും എന്താ പറയാ, വളരെ പിന്നെ ജൂനിയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവരിപ്പോ എയർ ഇന്ത്യയിലേക്ക് വന്ന് അവര് എല്ലാ. പക്ഷെ ഒരു കാര്യം മാത്രം പ്യാരി, നിങ്ങൾ സമരം ചെയ്യുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരോട് നിങ്ങളുടെ ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അതിലൊന്ന് പറയണം. പ്രദീപിനെ പോലെയുള്ള ആളുകളെ ഇന്ന് കേട്ടു. ഒരുപക്ഷെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും വക്കിൽ നിന്നാണ് പ്രദീപ് ഇപ്പോൾ തിരിച്ചു വരുന്നത്. അതേപോലുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഓർത്തു വേണം ഇനിയും സമരം ചെയ്യാൻ. നിയമലംഘനങ്ങൾ ഉണ്ടാവും, പരമാവധി നിയമപരമായി തന്നെ അതിനെ നേരിടുക. താങ്ക് യു പ്യാരി, താങ്ക് യു പ്രദീപ് ചേർന്നതിന്. പ്രദീപ്, ഞങ്ങളുടെ പ്രതിനിധി അല്ലമീൻ പ്രദീപിനെ കോൺടാക്ട് ചെയ്യും. പ്രദീപിൻ്റെ പാസ്പോർട്ടും മറ്റ് വിവരങ്ങളും അല്ലമീന് നൽകുക. അല്ലമീൻ ഞങ്ങളുടെ റിപ്പോർട്ടറിൻ്റെ മാനേജ്മെൻറ്റിന് നൽകും. റിപ്പോർട്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വിസ പ്രോസസ്സിംഗ് പൂർത്തിയാക്കി വിസയും ഒപ്പം തന്നെ ടിക്കറ്റും പ്രദീപിന് അയച്ചു തരും. താങ്ക് യു പ്രദീപ്. താങ്ക് യു പ്യാരി. താങ്ക് യു ക്യാബിൻ ക്രൂ നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കുചേർന്നതിന്. Debate with Arun Kumar.